Hi my friends, how are you all today? ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മേ മൈറ്റ് എന്നീ രണ്ട് മോഡൽ ഓക്സിലറി വെർബ്സിനെ കുറിച്ചാണ്. ഈ ഗ്രാമർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്തായാലും 2 മിനിറ്റോ 3 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ടൊന്നും ചിലപ്പോൾ നമുക്ക് അത് വ്യക്തമാക്കാൻ കഴിഞ്ഞോളന്നില്ല. അപ്പോൾ ചിലപ്പോൾ വീഡിയോകൾ 5 മിനിറ്റ് എന്നുള്ളത് 10 മിനിറ്റ് 15 മിനിറ്റ് ചിലപ്പോൾ 20 മിനിറ്റൊക്കെ എടുത്തു എന്നിരിക്കും. അപ്പോൾ ഇത് മുഴുവനായിട്ട് മനസ്സിലാകണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലേ അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. മാക്സിമം ഇത് പ്രാക്ടീസ് ചെയ്യുക, അതാണ് ഇതിൻ്റെ ഏറ്റവും പിന്നിലുള്ള പ്രധാന ഉദ്ദേശം. ഇത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്രാവശ്യം ഞാൻ പറയാൻ പോകുന്നത് മേ മൈറ്റ് എന്നീ രണ്ട് മോഡൽ ഓക്സിലറി വെർബ്സിനെ കുറിച്ചാണ്. കൂടുതലായിട്ടും മേ എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി വെർബ് ഉപയോഗിക്കുന്നത് പിന്നെ പെർമിഷൻ ചോദിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും സഹായമൊക്കെ ഓഫർ ചെയ്യാൻ പറ്റും. അതായത് മേ ഐ ഹെൽപ്പ് യു അല്ലെങ്കിൽ മേ ഐ ലീവ് നൗ എന്നൊക്കെ ഉള്ള സംഭവങ്ങൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. ഞാൻ കുറച്ചും കൂടി ഒരല്പം കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. മേ ഐ കം ഇൻ, മേ ഐ യൂസ് യുവർ പെൻ എന്നതുപോലെ പെർമിഷൻ ചോദിക്കാനും അല്ലെങ്കിൽ മേ ഐ ഹെൽപ്പ് യു എന്ന് പറയുന്ന പോലെ പിന്നെ ഓഫർ ചെയ്യാൻ, അതായത് നമ്മുടെ സഹായം ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് മേ ഉപയോഗിക്കാറ്, സാധാരണഗതിയിൽ ഉപയോഗിക്കാറ്. ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഞാൻ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തത് അത് മേ ഉപയോഗിക്കുന്നത് പോസിബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് ഒരു സെൻറ്റൻസ് നോക്കാം. ദ ഗവൺമെൻറ് മേ പോസ്റ്റ്പോൺ ദ എലക്ഷൻ അൺടിൽ നെക്സ്റ്റ് മെയ്. ദ ഗവൺമെൻറ് മേ പോസ്റ്റ്പോൺ ദ എലക്ഷൻ അൺടിൽ നെക്സ്റ്റ് മെയ്. അതായത് ഗവൺമെൻറ് പിന്നെ എലക്ഷൻ അടുത്ത മെയ് വരെ നീട്ടി വെച്ചേക്കാം എന്നുള്ള പോസിബിലിറ്റി. നമ്മൾ സംസാര ഭാഷയിൽ കൂടുതലും മേയ്ക്ക് പകരം മൈറ്റാണ് ഉപയോഗിക്കുക. ഔദ്യോഗികമായിട്ടുള്ളതും അല്ലെങ്കിൽ പത്രത്തിലൊക്കെ നമ്മൾ കാണാറ് മേ ആയിരിക്കും. അതുപോലെ അക്കാഡമിക് ആയിട്ടുള്ള സംഭവങ്ങളിലൊക്കെ ലിറ്ററേച്ചറിലൊക്കെ പിന്നെ ഇതിലൊക്കെ നമ്മൾ കാണാറ് മേ ആയിരിക്കും. പക്ഷെ നമ്മൾ സംസാര ഭാഷയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മൈറ്റ് ആയിരിക്കും. ഐ മൈറ്റ് ഗോ ഫോർ എ പിക്നിക് ദിസ് വീക്കെൻഡ്, ഐ മൈറ്റ് റിങ് മൈ ഫ്രണ്ട് ദിസ് ഈവനിങ്. അതായത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഇന്ന് വൈകുന്നേരം വിളിച്ചേക്കാം. ഐ മേ റിങ് മൈ ഫ്രണ്ട് ദിസ് ഈവനിങ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. കുറച്ചും കൂടി ഒരു പിന്നെ ഫോർമൽ ലാംഗ്വേജ് ആണ്. നമ്മൾ സംസാര ഭാഷയിൽ കൂടുതലും മൈറ്റ് തന്നെയാണ് ഉപയോഗിക്കുക. ഇനി ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 2-3 പോയിന്റുകൾ പറയാം. പിന്നെ നമ്മൾ മലയാളത്തിലൊക്കെ പറയാറുണ്ടല്ലോ, അവനത്ര നല്ല ടീച്ചറൊന്നും ആയിരിക്കില്ല, പക്ഷെ ആത്മാർത്ഥതയുള്ള മനുഷ്യനാണ്. ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ. ഇതിനെ അതേപടി ഇംഗ്ലീഷിലേക്ക് ആക്കുന്നത് നോക്കാം. ഹി മേ നോട്ട് ബി എ ഗുഡ് ടീച്ചർ ബട്ട് അറ്റ്ലീസ്റ്റ് ഹീ ഈസ് എ സിൻസിയർ ഹ്യൂമൻ ബീയിങ്. അതായത് അതേ ഒരു നല്ല ടീച്ചറൊന്നും ആയിരിക്കണം എന്നില്ല, പക്ഷേ മിനിമം അയാളൊരു ആത്മാർത്ഥതയുള്ള മനുഷ്യനാണ്. അതുപോലെ വി മേ നോട്ട് ബി റിച്ച് ബട്ട് വി ഹാവ് ദ കൈൻഡ്നെസ് ടു ഹെൽപ്പ് അതേഴ്സ്. അതായത് ഞങ്ങൾ സമ്പന്നരൊന്നും ആയിരിക്കില്ല, പക്ഷെ ഞങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ട് എന്ന് നമ്മൾ ഈ ഡയലോഗൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ ഇതാണ്. ഇതുവരെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു കാര്യം കൂടെ ഒരു കാര്യം കൂടെ പറയാണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ സ്ട്രക്ചറിലെല്ലാം മേ വേണമെങ്കിലും ഉപയോഗിക്കാം, മൈറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഹി മൈറ്റ് നോട്ട് ബി എ ഗുഡ് ടീച്ചർ ബട്ട് അറ്റ്ലീസ്റ്റ് ഹി ഈസ് എ സിൻസിയർ ഹ്യൂമൻ ബീയിങ്. വി മൈറ്റ് നോട്ട് ബി റിച്ച് ബട്ട് വി ഹാവ് ദ കൈൻഡ് ടു ഹെൽപ്പ് അതേഴ്സ്. ഇങ്ങനെ മേ വേണമെങ്കിലും മൈറ്റ് വേണമെങ്കിലും അതിൻ്റെ കൂടെ ഉപയോഗിക്കാം. ഇതുവരെ പറഞ്ഞതെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പോയിന്റ് നോക്കാം. അവരിതിനു മുമ്പ് ഫൈനലൊന്നും കളിച്ചിട്ടില്ലായിരിക്കും, പക്ഷെ അവർക്ക് ഏത് ടീമിൻ്റെ കൂടെ പിടിച്ചു നിൽക്കാനുള്ള അവരുടേതായ ഒരു മെത്തേഡ് അവർക്കുണ്ട്. ഇങ്ങനെയുള്ള ഇതൊക്കെ ഈ ഫുട്ബോൾ കാലമൊക്കെ ആകുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് ഇങ്ങനെയുള്ള ഡയലോഗ്സ്. ഇതിന് അതേപടി ഇംഗ്ലീഷിലാക്കി ആക്കിയാലോ. ദേ മേ നോട്ട് ഹാവ് പ്ലേഡ് എ ഫൈനൽ ബിഫോർ ബട്ട് ദേ ഹാവ് ദെയർ ഓൺ മെത്തേഡ് ടു കീപ്പ് അപ്പ് വിത്ത് എനി ടീം. അവരിതിനു മുമ്പ് ഫൈനലൊന്നും കളിച്ചിട്ടില്ലായിരിക്കും, പക്ഷെ അവർക്ക് അവരുടേതായൊരു മെത്തേഡുണ്ട് മറ്റുള്ള ടീമുകളുടെ കൂടെ പിടിച്ചു നിൽക്കാൻ. ഇത്തരം ഡയലോഗുകൾ നമ്മൾ ഫുട്ബോൾ കാലമൊക്കെ ആകുമ്പോൾ സ്ഥിരമായിട്ട് കേൾക്കാറുള്ളതാണ്. ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കാം.
She may not have spent much time studying, but she is confident about passing the exam. അവൾ പഠിക്കാൻ വേണ്ടി അധികം സമയം ചെലവഴിച്ചിട്ടില്ലായിരിക്കാം, പക്ഷേ എക്സാം പാസ്സാകുന്ന കാര്യത്തിൽ അവൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ലാസ്റ്റ് പറഞ്ഞ രണ്ട് സെൻറ്റൻസുകളും ആദ്യം പറഞ്ഞ രണ്ട് സെൻറ്റൻസും തമ്മിൽ വ്യത്യാസം. ആദ്യം പറഞ്ഞ ഹി മൈറ്റ് നോട്ട് ബി എ ഗുഡ് ടീച്ചർ എന്ന് പറയുന്നു. ദേ മേ നോട്ട് ഹാവ് പ്ലേഡ് എ ഫൈനൽ എന്ന് പറയുന്ന അവിടെ മാത്രമാണ് അതിൻ്റെ വ്യത്യാസമുള്ളത്. അതായത് മൈറ്റ് നോട്ട് എന്നതിന് ശേഷം ബി അല്ലെങ്കിൽ വെർബാണ് വന്നത്. മൈറ്റ് നോട്ട് അതിന് ശേഷം വെർബ്. ലാസ്റ്റ് പറഞ്ഞ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ മേ നോട്ട് ഹാവ് അല്ലെങ്കിൽ മൈറ്റ് നോട്ട് ഹാവ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വെർബ് അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്. ഈ ഇത്തരം പ്രയോഗങ്ങൾ നമ്മൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത്യാവശ്യമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കുക. ഇത് പ്രാക്ടീസ് ചെയ്യുക, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടെ ആരെങ്കിലും ഒരാളും കൂടെ പഠിക്കാനുണ്ടെങ്കിൽ അവരുടെ കൂടെ ചേർന്ന് പഠിക്കുക, പരസ്പരം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനത്തെ ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസരമില്ലെങ്കിൽ നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് ഇത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പരിശീലിക്കുക. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് ചോദിക്കുക, ഞാനതിന് മറുപടി തരുന്നതായിരിക്കും. എൻ്റെ ഈ ചാനലിൽ ഞാൻ എപ്പോഴും ഇംഗ്ലീഷ് ഗ്രാമർ സംബന്ധമായിട്ടുള്ള വീഡിയോസ് മാത്രമാണ് ഇടുക. അതിനോട് താല്പര്യമുള്ള എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ പരിചയത്തിൽ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. Until then, thank you. Bye.